الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ومن شر حاسد إذا حسد. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവ കൃത്യമായി പാലിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ള അവന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാം ഐക്യത്തിനും സാഹോദര്യത്തിനും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്ന് ഖുർആനിക വചനങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ കണ്ണോടിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന സംഗതിയാണ്. പരസ്പര സ്നേഹവും ബന്ധവും ഊട്ടിയുറപ്പിക്കുവാൻ ആവശ്യമായ ഒട്ടേറെ മര്യാദകളും ചര്യകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു സംഗതിയാണ് ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ. മുസ്ലിങ്ങൾ പരസ്പരം 5 തരം ബാധ്യതകളുണ്ട്, 5 കാര്യങ്ങൾ അവർക്ക് കടപ്പെട്ടതാണ്. ഒന്ന്, റദ്ദുസ്സലാം, പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയുകയും ആ സലാം മടക്കുകയും ചെയ്യുക എന്നതും. വഇയാദത്തുൽ മരീദ്, വിശ്വാസികളിൽ ആരെങ്കിലും രോഗിയായി കഴിഞ്ഞാൽ അവരെ സന്ദർശിക്കുക എന്നതും. വത്തിബാഉൽ ജനായിസ്, വിശ്വാസികളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ ജനാസയെ അനുഗമിക്കലുമൊക്കെ ആ കടമകളിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ വഇജാബത്തുദ് ദഅവ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി നമ്മളെ ആരെങ്കിലും ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുക എന്നതും. വതശ്മീതുൽ ആതിസ്, തുമ്മിക്കഴിഞ്ഞ് അൽഹംദുലില്ലാ എന്ന് പറയുന്നത് നമ്മൾ കേട്ടാൽ
വിശ്വാസിയായ ആ സഹോദരന് വേണ്ടി യർഹമുക്കല്ലാ, അള്ളാഹു താങ്കൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് തിരിച്ചു പ്രാർത്ഥിക്കുക എന്നതും ആ കടമയിൽപ്പെട്ടതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഒരാളെ കാണുമ്പോൾ നല്ല മുഖത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി കാണുന്നത് അതുപോലും പുണ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേപോലെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുവാൻ പറ്റിയ മുസാഫഹത്ത്, ഷെയ്ഖാൻഡ്, കൈ കൊടുക്കുക എന്നത്, അതേപോലെ നമസ്കരിക്കുവാൻ നിൽക്കുമ്പോൾ പരസ്പരം തോളോട് തോൾ ചേർന്ന് സഫ് നേരെയാക്കി നിൽക്കുക എന്ന് പറഞ്ഞത്, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സുകളെ കൂട്ടിയിണക്കുന്ന, പരസ്പരം സാഹോദര്യ ബന്ധത്തെ വിളക്കി ചേർക്കുന്ന അധ്യാപനങ്ങളായി, മതപരമായ കടമകളായി നമ്മളോട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്രകാരം തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ ഏകോദര സഹോദരങ്ങളാണ്. അതിനാൽ അവർക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഭിന്നതകളോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം, സുൽഹുണ്ടാക്കണം. വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ, അവിടെയെല്ലാം നിങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് പടച്ചവനെ സൂക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ധാരാളം റഹ്മത്തുകൾ, അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്നുകൂടി അള്ളാഹു അവിടെ സൂറത്തുൽ ഹുജറാത്തിലെ 10-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ആ ഒരു ബന്ധം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ മക്കളായി ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബന്ധമല്ല, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമല്ല, അള്ളാഹു കൂട്ടിച്ചേർത്ത് തന്ന ബന്ധമാണ് എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ആയത്ത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം അതാണ്. ഹാദാ അഖ്ദുൻ അഖദഹുല്ലാഹു ബൈനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ തമ്മിൽ അള്ളാഹു ബന്ധിപ്പിച്ച ഒരു ബന്ധമാണ്, വിശ്വാസികൾ എല്ലാവരും സഹോദരങ്ങളാണ് എന്നുള്ള വചനത്തിലൂടെ. അന്നഹു ഇദാ വുജിദ മിൻ അന്ന അയ്യു ശഖ്സിൻ കാന ഫീ മശ്രിഖിൽ അർളി വമഗ്രിബിഹാ, ലോകത്തിന്റെ എവിടെയായിക്കൊള്ളട്ടെ, ഏത് ദിക്കിലായിരുന്നാലും ഏതൊരു മനുഷ്യനും അയാൾ ഈമാൻ ഉൾക്കൊണ്ട ആളാണ് എങ്കിൽ, അയാൾ വിശ്വാസിയാണ് എങ്കിൽ ഫഇന്നഹു അഖുൻ ലിൽ മുഅ്മിനീൻ, ബാക്കി എല്ലാ വിശ്വാസികൾക്കും അയാൾ ഒരു സഹോദരനാണ്. അപ്പൊ വേറെ പ്രത്യേകിച്ച് അയാളുടെ ഭാഷാപരമായ ബന്ധമോ നാടിന്റെ ബന്ധമോ രക്തബന്ധമോ ഒന്നുമില്ലെങ്കിൽ കൂടി അള്ളാഹു പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന വിശ്വാസ കാര്യങ്ങൾ ആദർശം സ്വീകരിച്ച ഒരാളാണെങ്കിൽ, ലോകത്തിന്റെ ഏത് ഭാഗത്തും ഏത് ഭാഷ സംസാരിക്കുന്ന ആളുകളാണ് എങ്കിലും, ഏത് വർഗത്തിലും ഏത് വർണ്ണത്തിലും പെട്ടവരാണെങ്കിലും അവരൊക്കെ തമ്മിൽ ഏകോദര സഹോദരങ്ങളാണ്. ആ ബന്ധം അള്ളാഹു വിളക്കിച്ചേർത്ത ബന്ധമാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നാം ഇഷ്ടപ്പെടുന്നത് അവർക്കെല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടുകയും നാം നമ്മുടെ കാര്യത്തിൽ വെറുക്കുന്ന എന്തെല്ലാം ഉണ്ടോ അവർക്ക് അങ്ങനെ വരാതിരിക്കാൻ, അവർക്ക് കൂടി നാം വെറുക്കുന്ന കാര്യങ്ങൾ വെറുക്കുവാനും കൂടി സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് ആ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയേക്കുവാൻ സാധ്യതയുള്ള എല്ലാ സംഗതികളെയും വിലക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വല്ലൻ ഫഇന്നൽ ലന്ന അക്ദബുൽ ഹദീസ്, തീർച്ചയായും നിങ്ങൾ ഊഹാപോഹങ്ങളെ പിൻപറ്റുന്നത് സൂക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഒരാളെ സംബന്ധിച്ച് നിജസ്ഥിതി അറിയാതെ പലതും ഇങ്ങനെ ആലോചിച്ച് ഊഹിച്ചുണ്ടാക്കുന്ന സംഗതി വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും വ്യാജമാണ്, കളവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്. വലാ തനാജശു, ഒരാൾ കച്ചവടം പറഞ്ഞ് വില പറഞ്ഞൊരു സംഗതിക്ക് മേലെ വില കയറ്റി പറഞ്ഞുകൊണ്ട് ആ കച്ചവടം നിങ്ങൾ മുടക്കരുത്. വലാ തബാഗളു, നിങ്ങൾ പരസ്പരം വിദ്വേഷത്തോടു കൂടി പെരുമാറരുത്. വലാ യബിഅ അഹദുക്കും അലാ ബൈഇ അഖീഹി, അല്ലെങ്കിൽ അലാ ബൈഇ ബഅദ്, ചിലർ കച്ചവടം ഉറപ്പിച്ച് ആ കച്ചവടം പൂർത്തിയാക്കി അല്ലെങ്കിൽ അയാൾ ഒഴിവാക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞതിനേക്കാൾ അല്ലെങ്കിൽ അയാളുടെ ആ കച്ചവടം സ്വന്തമാക്കിയെടുക്കുവാനുള്ള വഴികൾ സ്വീകരിച്ചുകൊണ്ട് സഹോദരൻ നടത്തുന്ന കച്ചവടത്തിന്റെ മീതെ കയറി കച്ചവടം നടത്തുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. എന്നിട്ട് പറഞ്ഞു, വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, അല്ലയോ അള്ളാഹുവിന്റെ അടിമകളെ, നിങ്ങൾ സഹോദരങ്ങളായി മാറണം എല്ലാ അർത്ഥത്തിലും. അൽ മുഅ്മിനു അഖുൽ മുഅ്മിൻ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ സഹോദരനാണ്. ലാ യളിമുഹു, അയാൾ ആ വിശ്വാസിയായ സഹോദരനെ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല, ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല.
വലാ യഖ്ദുലുഹു, അവനെ കൈയൊഴിക്കുവാനും അവഗണിക്കുവാനും പാടുള്ളതല്ല. വലാ യഹ്തിറുഹു, അവനെ നിന്ദിക്കുവാനോ നിസ്സാരനായി കാണുവാനോ പാടുള്ളതല്ല. അവന്റെ അഭിമാനത്തിന്, നമ്മുടെ അഭിമാനത്തിന് എത്രമാത്രം വില കൽപ്പിക്കുന്നുവോ അതുപോലെ ആദരിക്കുവാനും അംഗീകരിക്കുവാനും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, വിശ്വാസികൾ എല്ലാവരും ഒരൊറ്റ ശരീരം പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരൊറ്റ കെട്ടിടം പോലെയാണ്. യശുദ്ദു ബഅ്ദുഹു ബഅ്ള, ആ കെട്ടിടത്തിന്റെ ഓരോ കട്ടകളും ഇഷ്ടികകളും പരസ്പരം ചേർന്ന് നിന്ന് ശക്തമായ ഭദ്രമായ ഒരു കോട്ടയുണ്ടാക്കി തീർക്കുന്നത് പോലെ വിശ്വാസി സമൂഹം ഇങ്ങനെ ഏറ്റവും നല്ല ഐക്യത്തിലും സ്നേഹത്തിലും അതേപോലെ തന്നെ കാരുണ്യത്തിലുമൊക്കെ കഴിയേണ്ടവരാണ് എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. എന്നാൽ ഇത്രമാത്രം പവിത്രതയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രമാത്രം മഹത്തരമായ ബന്ധമായി കൽപ്പിച്ച ഈ ബന്ധം തകർക്കാൻ പിശാച് ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് ഭാര്യയും ഭർത്താവുമാണ് എങ്കിലും, ആദർശ സഹോദരങ്ങളാണ് എങ്കിലും എല്ലാം ആ ബന്ധങ്ങളെ തകർത്ത് കളയാൻ പിശാച് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് പിശാച് നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്ന ഒരു ദുസ്വഭാവമാണ് അസൂയ എന്ന് പറയുന്നത്. അതായത് അൽ ഹസദു ഹുവ തമന്നി ലിസവാലി നിഅമതി അനിൽ മഹ്സൂദ്. വേറൊരാൾക്ക് എന്തെങ്കിലും ഒരു നന്മയുണ്ടാകുമ്പോൾ, അയാൾക്ക് സാമ്പത്തികമായി കുറച്ച് സൗകര്യം കിട്ടി, അഭിവൃദ്ധി ഉണ്ടായി, അല്ലെങ്കിൽ അയാൾക്ക് നല്ല മക്കളുണ്ടായി, അയാളുടെ മക്കൾ വിജയിച്ചു, ഉന്നതങ്ങളിലേക്ക് എത്തുകയാണ്, അതേപോലെ അയാളെ കാണാൻ നല്ല സൗന്ദര്യമുണ്ട്, അയാൾക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, ഇങ്ങനെ ദുനിയാവിൽ ഏതെങ്കിലും തരത്തിലുള്ള നിഅമത്തുകൾ ഒരാളിൽ കാണുമ്പോൾ അത് അയാളിൽ നിന്നൊന്ന് പോയി കിട്ടാൻ, അതുപോലെ എനിക്കും ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം മാത്രമല്ല, അയാൾക്കത് ഉണ്ടാകരുത് എന്നുള്ളൊരു കുശുമ്പിന്റെ ദുഷിപ്പിന്റെ മനസ്സ് അത് വല്ലാത്ത അപകടം ചെയ്യുന്ന, അതിനാണ് അസൂയ എന്ന് പറയുന്നത്. പിശാച് അത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരുമ്പോൾ അള്ളാഹ് ചോദിക്കുകയാണ്, അം യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് പടച്ചറബ് ഉദ്ദേശിക്കുന്ന അവന്റെ അടിയാറുകൾക്ക് വീതിച്ചു കൊടുത്തതിൽ അവർ ആളുകളോട് അസൂയ വെക്കുകയാണോ എന്ന് പറഞ്ഞാൽ റബ്ബിനോടാണ് അവരുടെ ദേഷ്യവും വെറുപ്പും എന്നാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. മറിച്ച് അത്തരത്തിലുള്ള മനസ്സ് മാറ്റിയെടുത്ത് നല്ല ഒരു മനസ്സ്, നമ്മൾ എന്തുമാത്രം നന്മകൾ നമുക്ക് ആഗ്രഹിക്കുന്നുവോ അതുപോലെ എന്റെ സഹോദരനും എന്റെ ആദർശ സുഹൃത്തിനും ഉണ്ടായിരിക്കണമെന്നുള്ള ഒരു നല്ല തെളിമയാർന്ന മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മുടെ മനസ്സിൽ അസൂയയുടെ വിത്തുകൾ വീണ് അത് മുളച്ചു പൊന്തുന്നുവെങ്കിൽ അത് ഉഗ്ര വിഷമുള്ള സർപ്പമായിട്ടാണ്, അല്ലെങ്കിൽ വിഷമായിട്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അസൂയയെ സംബന്ധിച്ച് വിശദമായി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും അദ്ദേഹം ഒന്ന് പറഞ്ഞത്, വഅശ്ബഹുൽ അശ്യാഇ ബിഹാദാ അൽ അഫ്ആ, ഉഗ്രവിഷമുള്ള ഒരു പാമ്പ് അല്ലെങ്കിൽ സർപ്പം പോലെയാണ് അസൂയയെ നമുക്ക് കാണുവാൻ സാധിക്കുക. ഫഇന്ന സുമ്മ കാമിനുൻ ഫീഹ, കാരണം ആ പാമ്പിന്റെ അകത്ത്, ആ സർപ്പത്തിന്റെ അകത്ത് ഉഗ്രവിഷമുള്ള ആ വിഷം അത് ഒളിഞ്ഞിരിക്കുകയാണ്, മറഞ്ഞിരിക്കുകയാണ്. ബിൽ ഖുവ്വതി ഫഇദാ ഖാബലത് അദുവഹ ഇൻബഅസത് മിൻഹ, എന്നാൽ അവന്റെ ആ പാമ്പിന്റെ, ആ സർപ്പത്തിന്റെ ശത്രുവിന്റെ മുന്നിൽ അത് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം ഒളിഞ്ഞു കിടക്കുന്ന വിഷവും അത് പുറത്തേക്കെടുക്കും. എന്നിട്ട് അതിശത്രുതയോടുകൂടി വൈരാഗ്യത്തോടുകൂടി അത് പെരുമാറും. അങ്ങനെ അത് നശിപ്പിച്ചു കളയാൻ, എതിരാളിയെ നശിപ്പിച്ചു കളയാൻ വേണ്ടി ഉപദ്രവത്തിന്റെ എല്ലാ വഴികളും തേടുന്നത് പോലെ അസൂയാലു ഇപ്പറഞ്ഞ സർപ്പത്തിന് സമാനമാണ് എന്നാണ്. അതുകൊണ്ട് മഹാന്മാരായ പല പണ്ഡിതന്മാരും, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടേതായും അബ്ദുല്ലാഹിബ്നുൽ അൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹിയുടേതുമൊക്കെയായി പറയുന്ന ഒന്ന് രണ്ട് വരി കവിതകൾ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ അർത്ഥവത്തായ ആ കവിതാശകലം എങ്ങനെയാണ്, കുല്ലുൽ അദാവതി ഖദ് തുർജാ ഇമാതതുഹാ, നിങ്ങൾക്ക് എതിരിൽ ആരുടെ എല്ലാം ശത്രുതയുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരോട് ശത്രുത വെച്ച് പുലർത്തുന്നുണ്ടോ, ആ ശത്രുതയെല്ലാം മാറിപ്പോകും, അത് ഇല്ലാതെയാകും എന്ന് പ്രതീക്ഷിക്കാം. ഇല്ലാ അദാവത മൻ ആദാക ബിൽ ഹസദി, നിന്നോട് അസൂയ നിമിത്തം ആരെങ്കിലും ശത്രുത വെച്ച് പുലർത്തിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന്, അത് വേഗം അങ്ങ് മാറിപ്പോകുമെന്ന് കരുതുവാൻ നിർവാഹമില്ല എന്നാണ്. അത്രമാത്രം അസൂയ ശത്രുതയിലേക്ക് കൊണ്ടുപോവുകയും
അതിന്റെ പിന്നാലെ അനവധി തിന്മകളും അപകടങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുന്ന കൊടിയ വിഷമാണ് അത് എന്നുള്ളത് കൊണ്ട് വിശ്വാസികളായ നമ്മൾ സദാസമയവും പടച്ചറബിനോട് രക്ഷ ചോദിക്കണമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ വിശദീകരിക്കുന്നു, അൽ ഹാസിദു തുഈനുഹു ശയാത്തീൻ ബിലസ്തിദ്ആഇ മിൻഹു. അസൂയക്കാരനെ പിശാച് സഹായിച്ചു കൊണ്ടിരിക്കും. പിശാചിനെ പ്രത്യേകിച്ച് ക്ഷണിച്ചു വരുത്തേണ്ട ആവശ്യമില്ല, ഇല്ലാതെ തന്നെ അയാൾ സഹായിക്കും. എന്തുകൊണ്ട്? ഇസ്തിദ്ആഇ മിൻഹു ലിശ്ശയാത്തീൻ ലിഅന്നൽ ഹാസിദ ശബീഹും ബിഇബ്ലീസ്. അസൂയ വെക്കുന്ന ഒരു മനസ്സിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ അയാൾ പിശാചിനോട്, ഇബ്ലീസിനോട് അങ്ങേയറ്റം സാദൃശ്യപ്പെട്ടവനാണ്. വഹുവ ഫിൽ ഹഖീഖത്തി മിൻ അത്ബാഇഹി. സത്യത്തിൽ അസൂയാലു പിശാചിന്റെ അനുയായിയാണ്, പിശാചിന്റെ അനുയായികളിൽപ്പെട്ട ആളാണ്. ലിഅന്നഹു യത്ലുബു മാ യുഹിബ്ബു ശൈത്താൻ മിൻ ഫസാദിൻ നാസ്. കാരണം പിശാച് കൊതിക്കുന്നതൊക്കെയാണ് അയാൾ കൊതിക്കുന്നത്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല അയാൾ ഇഷ്ടപ്പെടുന്നത്, പിശാച് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അയാൾ ഇഷ്ടപ്പെടും. ആളുകൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പിശാചിന് ഇഷ്ടമാണ്. അതും അസൂയാലുവായ മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകുന്ന സംഗതിയാണ്. വസവാലി നിഅമത്തിൻ നിഅമില്ലാഹി അൻഹു. അള്ളാഹു ആർക്കെങ്കിലും നിഅമത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങൾ മാറിപ്പോകണം, ഇല്ലാതെയാകണം എന്ന് പിശാച് ആഗ്രഹിക്കുന്നു. അതേ സ്വഭാവമാണ് അസൂയാലുവായ ഒരാളുടെയും ജീവിതത്തിൽ ഉണ്ടാവുക. കമാ അന്ന ഇബ്ലീസ് ഹസദ ആദം അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് പിശാച്, ഇബ്ലീസ് അസൂയ വെച്ചതുപോലെ ലിശറഫിഹി വഫദ്ലിഹി. അല്ലാഹു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ആദരിച്ചു. അല്ലാഹു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ചില മഹത്വങ്ങളും ശ്രേഷ്ഠതകളും നൽകി. അതിൽ അസൂയ പൂണ്ട പിശാച് അത് നശിപ്പിച്ചു കളയാൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ എന്തെല്ലാം ചെയ്തു എന്നത് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തന്നതാണ്. അതേപോലെ അള്ളാഹു ആദരിച്ചുകൊണ്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുന്നിൽ സുജൂദ് സമർപ്പിക്കാൻ, സാഷ്ടാംഗം ചെയ്യാൻ എല്ലാവരോടും കൽപ്പിച്ചപ്പോൾ ഇബ്ലീസ് അവിടെ വിസമ്മതിച്ചു. വഅബാ അൻ യസ്ജുദ ലഹു ഹസദ. അസൂയ കാരണത്താലാണ് അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കാതെ പോയത്. അതുകൊണ്ട് ഫൽ ഹാസിദു മിൻ ജുൻദി ഇബ്ലീസ്. ഇബ്ലീസിന് വേണ്ടി പണിയെടുക്കുവാൻ തയ്യാറായിട്ടുള്ള പട്ടാളമാണ് ഇബ്ലീസിന്റെ, പിശാചിന്റെ സൈന്യമാണ് അസൂയാലു എന്ന് അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അതിന്റെ കെടുതി എത്രമാത്രമുണ്ട് എന്ന് ആലോചിച്ചാൽ നമുക്ക് അത്ഭുതങ്ങൾ തോന്നുന്ന, ഭയപ്പാട് തോന്നുന്ന സംഗതിയാണ്. ഏതെല്ലാം രീതിയിൽ അത് അപകടങ്ങൾ ഉണ്ടാക്കും. അസൂയ വെക്കുന്ന ആൾക്കും, ആരോടാണോ അയാൾ അസൂയ വെക്കുന്നത് അവർക്കും ഒട്ടേറെ അപകടങ്ങൾ വിളിച്ചു വരുത്തുമെന്നുള്ളത് കൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളോട് പഠിപ്പിക്കുകയാണ്, നമ്മൾ സദാസമയവും റബ്ബിനോട് രക്ഷ തേടണമെന്ന്. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട അദ്കാറുകളുടെ കൂട്ടത്തിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, സൂറത്തുൽ ഫലഖ് നമ്മളോട് പാരായണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് 3 തവണ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. അതേപോലെ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും പ്രത്യേകമായി ഈ സൂറത്തുകൾ പാരായണം ചെയ്യുവാൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണ്? പടച്ച റബ്ബിനോട് നമ്മൾ കാവലിനെ ചോദിക്കുകയാണ്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഒരു അസൂയാലു അസൂയ വെച്ചാൽ ഉണ്ടാകുന്ന കെടുതികൾ പടച്ചവനെ എനിക്ക് കണക്ക് കൂട്ടുവാനും പ്രതിരോധിക്കുവാനും കഴിയുന്നതല്ല, അതിനപ്പുറത്താണ്. അതുകൊണ്ട് ഞാൻ നിന്നോട് അതിന്റെ എല്ലാ കെടുതികളിൽ നിന്നും ഷർറുകളിൽ നിന്നും കാവലിനെ ചോദിക്കുന്നു എന്ന് ആ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിലും അതിനേക്കാൾ അത്ഭുതകരമായൊരു സംഗതി, ആ സൂറത്ത് നമ്മളൊന്ന് പഠിച്ചു നോക്കുമ്പോൾ, അർത്ഥം മനസ്സിലാക്കുമ്പോൾ ആദ്യത്തിൽ എന്താണ് പറഞ്ഞത്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഇരുട്ടിനെ മാറ്റി പുലരിയെ, പ്രഭാതത്തെ കൊണ്ടുവന്ന വിഷമങ്ങൾ മാറ്റി സന്തോഷവും സമാധാനവും കൊണ്ടുവരുവാൻ കഴിവുള്ള എന്റെ റബ്ബിനോട്, പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു, രക്ഷ ചോദിക്കുന്നു. മിൻ ശർരി മാ ഖലഖ്. റബ്ബ് സൃഷ്ടിച്ച പടച്ചവന്റെ ഏതെല്ലാം സൃഷ്ടികളുണ്ടോ അവയുടെ എല്ലാറ്റിന്റെയും ഷർറുകളിൽ നിന്ന്. ഏതിലും ഖൈറും ഉണ്ടാകും, ഷർറും ഉണ്ടാകും. അങ്ങനെ എല്ലാത്തരം സൃഷ്ടികളുടെ കെടുതികളിൽ നിന്ന്, ഷർറുകളിൽ നിന്ന് അവയെ എല്ലാറ്റിനെയും സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന പരിപാലകനായ അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് വീണ്ടും നമ്മൾ പറയുന്നത് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്.
അസൂയ വെച്ചാൽ ഉണ്ടാകുന്ന കെടുതിയിൽ നിന്ന്. അപ്പോ ആ അസൂയാലുവും പടച്ചവന്റെ സൃഷ്ടിയാണ്. മൊത്തത്തിൽ നമ്മൾ ആദ്യം രക്ഷ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ അപകടങ്ങൾ അതിലുണ്ട് എന്നുള്ളത് കൊണ്ട് സ്പെസിഫൈ ചെയ്ത് പ്രത്യേകമായി വീണ്ടും അള്ളാഹു നമ്മളോട് പഠിപ്പിക്കുകയാണ്, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതൊരാളുടെയും ഒരു നന്മ കണ്ടാൽ ആ നന്മയെ സംബന്ധിച്ച് ബാറക്കല്ലാഹു ലക്, അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ എന്ന നല്ല പ്രാർത്ഥനയല്ലാതെ ഒരിക്കലും അത് നീങ്ങിപ്പോകണമെന്നുള്ളൊരു മനസ്സ് വിശ്വാസിയായ നമുക്കുണ്ടാകുവാൻ പാടില്ല എന്ന് മാത്രമല്ല, നമുക്ക് ഏതെങ്കിലും ഹൈറുകൾ ഉണ്ടെങ്കിൽ ആ ഹൈറുകളിൽ ഒരാളും ഒരു അസൂയ വെച്ച് അത് നിമിത്തം അപകടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാതിരിക്കാൻ റബ്ബിനോട് കാവലിനെ ചോദിക്കണമെന്നാണ് ഈ സൂറത്തിലൂടെ പഠിപ്പിക്കുന്നത്. അത് രാവിലെയും വൈകുന്നേരവും ഒക്കെ ആവർത്തിച്ച് നമ്മൾ ചൊല്ലണമെന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അസൂയ എന്ന രോഗം നമുക്ക് ആർക്കെങ്കിലും പിടിപെട്ടാൽ നമുക്ക് എന്ത് സംഭവിക്കും? അസൂയ നമുക്ക് ഒരു ദുശ്ശീലമായൊരു രോഗമായി നമ്മുടെ ഹൃദയത്തെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അൽ ഹസദു മിൻ അംറാദിൽ ഖുലൂബ്, ഹൃദയത്തെ ബാധിക്കുന്ന ഹൃദയരോഗം, ഹാർട്ട് അറ്റാക്ക് ഒരു രോഗമായി നമ്മൾ പറയാറുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അതിനേക്കാൾ ഒക്കെ മാരകമായ ഹൃദയരോഗമാണ് അസൂയ എന്നത്. അത് തഅകുലുൽ ഹസനാത്ത്, നമ്മൾ ചെയ്തു കൂട്ടുന്ന സകലമാന നന്മകളെയും തിന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ മനസ്സ് ദുഷിച്ചാൽ കർമ്മങ്ങളും ദുഷിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. യുഅദ്ദു അദുവൻ ലിനിഅമത്തില്ലാഹി അലാ ഇബാദിഹി, അള്ളാഹു അവന്റെ അടിമകൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളോട് ശത്രുത പുലർത്തുന്ന ശത്രുവായിട്ടേ അസൂയാലുവിനെ പരിഗണിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ വഹുവ മുനാഫിൻ ലിൽ ഉഖുവത്തിൽ ഈമാനിയ, നേരത്തെ നമ്മൾ കേട്ട ഇസ്ലാമികമായ വിശ്വാസപരമായ ഈമാനികമായ സാഹോദര്യത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള എതിരാളിയാണ് അസൂയാലു. അതേപോലെ തന്നെ ഗൈറു റാളിൻ ബിഖളാഇല്ലാഹി വഖിസ്മതിഹി, പടച്ചറബിന്റെ തീരുമാനത്തിലും അള്ളാഹു ഓരോരുത്തർക്കും വീതിച്ചു കൊടുത്തതിലും തൃപ്തി വരാത്ത പടച്ചറബിന്റെ തീരുമാനങ്ങൾക്ക് അസൂയ വെക്കുന്ന എതിര് നിൽക്കുന്ന ആൾക്ക് മാത്രമേ ഒരാളുടെ അഭിവൃദ്ധിയിൽ അസൂയ പൂണ്ട് അയാളോട് ശത്രുവാകുവാൻ കഴിയുകയുള്ളൂ എന്നാണ്. അതേപോലെ അൽ ഹസദു സിഫത്തുൽ യഹൂദിൽ അശ്റാർ, നീചന്മാരായ ജൂതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളുടെ ഒരു വിശേഷണമായിട്ടാണ് ഖുർആൻ അസൂയയെ പരിചയപ്പെടുത്തിയത്. മാത്രമല്ല സിഫത്തു ഇബ്ലീസ്, ഇബ്ലീസിന്റെയും ഗുണമായിട്ടാണ്, സ്വഭാവമായിട്ടാണ് ഖുർആനും ഹദീസുകളുമൊക്കെ ഈ പറയുന്ന രോഗത്തെ, അസൂയ എന്ന് പറയുന്ന അപകടത്തെ പരിചയപ്പെടുത്തിയത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്ന ഭൂമിയിൽ നടന്ന ഒന്നാമത്തെ കൊലപാതകം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മക്കൾ തമ്മിൽ, ജ്യേഷ്ഠനും അനുജനും എന്ന് പറയാവുന്ന ഒരേ വാപ്പയുടെയും ഒരേ ഉമ്മയുടെയും മക്കൾ തമ്മിൽ ഉണ്ടായിരുന്ന കൊലപാതകം, ലോകത്തെ ഒന്നാമത്തെ കൊലപാതകം. അതിന്റെ കാരണം എന്താണ്? ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ മാഇദ 5-ാം അധ്യായം 27-ാമത്തെ ആയത്ത് മുതൽ 31-ാമത്തെ ആയത്ത് വരെ നമ്മളൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ അസൂയ എത്ര കണ്ട് അപകടങ്ങൾ ഉണ്ടാക്കുമെന്നതിന്റെ നേർചിത്രമായി നമുക്കത് കാണുവാൻ സാധിക്കും. വത്ലു അലൈഹിം നബഅ ബനൈ ആദം, ആദമിന്റെ 2 മക്കളെ സംബന്ധിച്ചുള്ള വൃത്താന്തം, വാർത്ത അവർക്ക് ഓതിക്കൊടുക്കൂ പ്രവാചകരെ. ബിൽ ഹഖ്, സത്യപ്രകാരം, ഒന്നും കൂട്ടാതെ ഒന്നും കുറക്കാതെ. ഇത് ഖറബ ഖുർബാനൻ, അവർ രണ്ടുപേരും അള്ളാഹ്ക്ക് വേണ്ടി ഒരു ഖുർബാൻ, ഒരു ബലികർമ്മം സമർപ്പിച്ചു, ഒരു പുണ്യം അവർ ചെയ്തു. പക്ഷേ ഫതുഖുബ്ബില മിൻ അഹദിഹിമ, ആദ്യകാലത്തുണ്ടായിരുന്നത് പോലെ ബലിയറുത്തു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് വേണ്ടി ഒരു നേർച്ച സമർപ്പിച്ചാൽ അത് ആകാശത്ത് നിന്ന് ഒരു തീ വന്ന് അത് തിന്നുപോകും, അതിനെ എടുത്തുകൊണ്ടുപോകും എന്നായിരുന്നു. അതാണ് അള്ളാഹു സ്വീകരിച്ചു എന്നതിന്റെ അടയാളമായി അവർ കണക്കാക്കിയിരുന്നത്. അങ്ങനെ ഏതായിരുന്നാലും ഈ രണ്ടിൽ ഒരാളുടേത് മാത്രം പടച്ചറബ് സ്വീകരിച്ചു. വലം യുതഖബ്ബൽ മിനൽ ആഖർ, മറ്റൊരാൾ ചെയ്തത് അള്ളാഹ് സ്വീകരിച്ചില്ല. അതിൽ നിന്നുണ്ടായ അസൂയ, ഖാല ലഅഖ്തുലന്നക്, ആ അസൂയ മൂത്ത് അയാൾ പറഞ്ഞു, സ്വന്തം സഹോദരനെ, ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മകനായി ഒരു കുടുംബത്തിൽ പിറന്ന സ്വന്തം സഹോദരനോട് പറയുകയാണ്, ലഅഖ്തുലന്നക്, ഉറപ്പായി ഞാൻ നിന്നെ കൊല്ലുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ആ കൊലപാതകത്തിന്റെ തുടക്കം കുറിച്ചത് അസൂയ എന്ന് പറയുന്ന വലിയ അപകടമാണ്. സഹോദരങ്ങളെ, ഇന്നും ഉണ്ടാകാം സ്വന്തം ജ്യേഷ്ഠന അല്ലെങ്കിൽ സ്വന്തം അനുജനെതിരിൽ അസൂയ വെച്ച് നടക്കുന്ന ആളുകൾ. അവരെന്തെല്ലാം പുണ്യം ചെയ്താലും ആ പുണ്യങ്ങളൊന്നും
പടച്ചറബിന്റെ അടുക്കലേക്ക് സ്വീകരിക്കപ്പെടുന്ന പുണ്യങ്ങളായി പരിണമിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നല്ല മനസ്സോടുകൂടി, രോഗമില്ലാത്ത സംശുദ്ധമായ ഹൃദയത്തോട് മനസ്സോടുകൂടി റബ്ബിനെ കണ്ടുമുട്ടുന്ന ആളുകൾക്ക് പുണ്യങ്ങൾ ഉപകരിക്കുകയുള്ളൂ, ഇബാദത്തുകൾ അവർക്ക് സഹായകമാവുകയുള്ളൂ. അതുകൊണ്ട് അസൂയ എന്ന് പറയുന്ന മാരകമായ രോഗത്തിന്റെ ഏതെങ്കിലും ചെറിയൊരു അംശം നമ്മുടെ ആരുടെയെങ്കിലും മനസ്സിൽ എവിടെയെങ്കിലും അള്ളിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിഴുതറിയാൻ, അത് ക്യാൻസറിന്റെ രോഗാണുക്കളെക്കാൾ വലിയ അപകടമാണ് എന്നറിയാൻ, അത് വലിയ വലിയ മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന വൈറസുകളെക്കാൾ വലിയ മാരകമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നേട്ടമുണ്ടാകും. അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജൂതന്മാരുടെ ശത്രുതയ്ക്ക് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ലോകം കണ്ട ഏറ്റവും നല്ലൊരു മനുഷ്യനോട് ശത്രുത പുലർത്തുവാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നത് അസൂയയാണ് എന്ന് ഖുർആൻ പറയുമ്പോൾ, ആ അസൂയ എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇന്നും മുസ്ലിങ്ങളെ ലോകത്ത് എവിടെ കണ്ടാലും യഹൂദികളിൽ മഹാഭൂരിപക്ഷത്തിനും ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും സാധിക്കാത്തത് അവരുടെ ചതിയിൽപ്പെട്ട് ഇപ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലരും അവരുടെ കെണിയെ സംബന്ധിച്ച് അറിയാതെ അതിൽ ചെന്ന് ചാടി അപകടങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ എല്ലാം മൂല കാരണം ഖുർആൻ പറഞ്ഞു തരുന്നത് അസൂയയാണ് എന്നാണ്. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽപ്പെട്ട വളരെയധികം ആളുകൾ ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു, ലൗ യറുദ്ദൂനകും, നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നെങ്കിൽ എന്ന്, മിൻ ബഅദി ഈമാനിക്കും, നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ച മുഅ്മിനീങ്ങളായതിനു ശേഷം നിങ്ങളെ നിങ്ങളുടെ ദീനിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കളയണം എന്നവർ ആഗ്രഹിക്കുകയാണ്. കാരണം അവർക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന്. ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ കമാ യഅരിഫൂന അബ്നാഅഹും, ഒരു വാപ്പക്ക് ഒരു ഉമ്മക്ക് സ്വന്തം മകളെ എത്ര കണ്ട് വ്യക്തമായി തിരിച്ചറിയുവാൻ സാധിക്കുമോ അതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ വ്യക്തതയോടുകൂടി സ്പഷ്ടതയോടുകൂടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം, നുബുവത്ത്, റിസാലത്ത് എല്ലാം അവർക്കറിയാം. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിലല്ല, അഥവാ ഇസ്രായേൽ സന്തതികളിൽ പെട്ടവനല്ല. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ വന്ന അറബകളിൽപ്പെട്ട ആളായിരുന്നു എന്നതിന്റെ പേരിൽ ഉണ്ടായ കൊടിയ അസൂയയായിരുന്നു ആ ശത്രുതക്ക് കാരണം. ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, അവരുടെ മനസ്സിൽ നിന്നുള്ള ആ അസൂയ കാരണം അവർ ഈമാൻ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, വിശ്വാസികളായ ആളുകളെ ആ ഈമാനിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു കളയാൻ പല രൂപത്തിൽ, പല കോലത്തിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കും എന്ന് ഖുർആൻ പറയാൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രണ്ട് മക്കളാണ് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും. ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലാണ് ഇസ്രായേല്യർ അഥവാ ജൂതന്മാരൊക്കെ വരുന്നത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലാണ് അറബികൾ വരുന്നത്. അതിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. നേരെ മറിച്ച് ചിന്തിച്ചാൽ എളാപ്പ മൂത്താപ്പ, കൊച്ചാപ്പ മൂത്താപ്പ, അനുജൻ ജ്യേഷ്ഠൻ, ആ ബന്ധത്തിലുള്ള ആളുകളെ പരസ്പരം സ്നേഹിക്കുകയും സൗഹാർദ്ദത്തോടുകൂടി കഴിയുകയും ചെയ്യേണ്ടതിന് പകരം അസൂയ എന്ന വിഷവിത്ത് പിശാചവിടെ ഇറക്കിയപ്പോൾ ലോകം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീരാത്ത ദുരന്തത്തിന്റെ ഒരു നിമിത്തമായി ആ അസൂയ എന്ന് പറയുന്ന രോഗം മാറി. അതുകൊണ്ട് നമ്മൾ നിരന്തരം റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം എല്ലാത്തരം കെടുതികളിൽ നിന്ന്, അസൂയയുടെ എല്ലാ ആപത്തുകളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരെയും രക്ഷപ്പെടുത്താൻ. അതാണ് ആ പറഞ്ഞതിന്റെ താല്പര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തരം ശർറുകളിൽ നിന്നും നമ്മെയും നമ്മുടെ ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
അസൂയയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള 10 മാർഗങ്ങൾ അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ബദാഇഉൽ ഫവായിദ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കിയതുപോലെ അത്തഅവ്വുദു ബില്ലാഹി മിൻ ശർരിൽ ഹസദ്, അസൂയയുടെ കെടുതിയിൽ നിന്ന് പടച്ച റബ്ബിനോട് കാവലിനെ ചോദിക്കുക എന്നതാണ്. രണ്ടാമത്തേത് തഖ്വല്ലാഹി വഹിഫ്ളു, പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ ആജ്ഞാനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. വഇൻ തസ്ബിറു വതത്തഖൂ ലാ യദുറുക്കും കൈദുഹും ശൈആ, കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ക്ഷമിക്കുകയും സഹനം അവലംബിക്കുകയും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കുകയും ചെയ്താൽ ലാ യദുറുക്കും, നിങ്ങളെ ഉപദ്രവിക്കുകയില്ല, ബുദ്ധിമുട്ടിക്കുകയില്ല, കൈദുഹും, അവരുടെ ഏത് കുതന്ത്രങ്ങളും, ഷൈഅൻ, ഒരു തരിമ്പും, യാതൊരു നിലക്കും. അപ്പോ അള്ളാഹുവിനോടുള്ള വിധിവിലക്കുകൾ പാലിച്ച് പടച്ചറബ് നിശ്ചയിച്ച നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ അള്ളാഹ് നമ്മളെ കാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞുകൊടുത്ത ആ ഉപദേശങ്ങളിൽ കാണാം, ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മോനെ നീ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, എങ്കിൽ പടച്ച റബ്ബിനെ നിന്റെ മുന്നിൽ നിനക്ക് കാണാം, നിന്റെ ആപൽ ഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ അനുഭവിച്ചറിയാൻ സാധിക്കും എന്ന ഉപദേശവും തഖ്വയുടെ പ്രാധാന്യമാണ് ഉണർത്തിയത്. മൂന്നാമത്തെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് അസ്വബ്റു അലാ അദുവിഹി, പിശാചിന്, തന്റെ ശത്രുവിനെതിരിൽ സഹനം, ക്ഷമ കൈക്കൊള്ളുവാൻ സാധിക്കുക എന്നതാണ്. ഇന്നയാളുടെ അസൂയ നിമിത്തമാണ് എനിക്കിങ്ങനെ ഒരു പ്രയാസമുണ്ടായത് എന്ന് ഏതെങ്കിലും ഒരു പ്രയാസത്തെ സംബന്ധിച്ച് ആലോചിച്ച് അതിനൊരു പ്രതികാരത്തിന് വേണ്ടി മനസ്സിൽ രോഷാഗ്നി ആളിക്കത്തിക്കുന്നതിന് പകരം അത് വിട്ടേക്കണം. എന്നോട് ആരെല്ലാം അസൂയ വെച്ച് പുലർത്തിയാലും ഫലാ യുഖാതിലുഹു വലാ യശ്കു, അയാളോട് അതിന്റെ പേരിൽ പോരടിക്കുവാനോ അതിന്റെ പേരിൽ മറ്റുള്ളവരോട് ആവലാതി പറയാനോ, മനസ്സിൽ തന്നെ അയാളുടെ അസൂയ കൊണ്ടാണ്, അയാളുടെ കണ്ണേറ് കൊണ്ടാണ്, ഇങ്ങനെ വേറെ വേണ്ടാത്ത ചിന്തകളിലൂടെ അത് ഒരു വലിയ ഇടുത്തി പോലെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു നോവും വേദനയുമായി നടക്കാതെ ക്ഷമിച്ച് അതിനെ ഒഴിവാക്കുവാൻ സാധിക്കുക എന്നതാണ്. നാലാമതായി അദ്ദേഹം പറഞ്ഞത് അത്തവക്കുൽ അലല്ലാഹ്, അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക. കാരണം പടച്ച റബ്ബ് നിശ്ചയിച്ചതല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ട് റബ്ബിനോട് തേടുകയും അള്ളാഹുവിൽ എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏൽപ്പിക്കുന്നു. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ഖുർആൻ പറഞ്ഞതുപോലെ ആര് തന്റെ കാര്യങ്ങൾ അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നുവോ അയാളെ സംബന്ധിച്ചിടത്തോളം പടച്ചവൻ മതിയായവനാണ്. എല്ലാ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുവാനും എല്ലാ നന്മകളും കൊണ്ടുവന്നു തരുവാനും. അതേപോലെ അഞ്ചാമതായി അദ്ദേഹം വിശദീകരിച്ചത് ഫറാഗുൽ ഖൽബി മിനൽ ഇശ്തിഗാലി ബിഹി വൽ ഫിക്റു ഫീഹി, ആ അസൂയയെ സംബന്ധിച്ച് വല്ലാതെ ആരുടെയെങ്കിലും മേലിൽ കെട്ടിവെച്ച് അയാളുടെ ഉപദ്രവം കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളാണ് എന്ന് ചിന്തിച്ച് മനസ്സ് ശുഗലിലാക്കാതെ മനസ്സിനെ എന്താക്കണം, ഫ്രീ ആക്കി വിടണം. വൽ ഫിക്റു ഫീഹി, അത്തരം ചിന്തകളിൽ നിന്നൊക്കെ മനസ്സിനെ സംശുദ്ധമാക്കണം. ഫലാ യൽതഫിതു ഇലൈഹി, നമുക്കങ്ങനെ വ്യക്തമായി തോന്നിയാൽ തന്നെയും അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല. മനസ്സിൽ അങ്ങനെ പലതും തോന്നിക്കും, അതും പിശാചായിരിക്കും തോന്നിപ്പിക്കുന്നത്. അപ്പോൾ അത്തരം ഊഹാപോഹങ്ങൾക്ക് പിന്നാലെ പോകാതെ അതിന്റെ കെടുതികളിൽ നിന്ന് റബ്ബിനോട് കാവലിനെ ചോദിച്ച് അള്ളാഹുവിലേക്ക് തിരിയണം. ആറാമത് അദ്ദേഹം പറഞ്ഞത് അൽ ഇഖ്ബാലു അലല്ലാഹ് വൽ ഇഖ്ലാസു ലഹു, പടച്ചവനിലേക്ക് തിരിയുക, പടച്ചവനോട് എല്ലാ സങ്കടങ്ങളും പറയുക, അള്ളാഹുവിന് ഇഖ്ലാസോടുകൂടി അമല് ചെയ്ത് അവന്റെ നല്ല അടിമയായി ജീവിക്കുക. ഏഴാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് തജ്രീദു തൗബ ഇലല്ലാഹി മിനദ്ദുനൂബ്, എല്ലാവിധ പാപങ്ങളിൽ നിന്നും ആത്മാർത്ഥമായി പടച്ച റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി, പാപങ്ങൾ കാരണമാണ് പല ഷർറുകളും ദുരിതങ്ങളും ഉണ്ടാകുന്നത് എന്ന് പഠിപ്പിച്ച ഖുർആനിന്റെ ഉത്ബോധനം സ്വീകരിച്ച് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു പോയ ഏതെങ്കിലും തെറ്റുകുറ്റങ്ങൾ കാരണം പടച്ച റബ്ബിനെ പരീക്ഷിക്കുകയാണോ, അതുകൊണ്ട് അല്ലാഹുവേ ഞാൻ നിന്നോട് പശ്ചാത്തപിക്കുന്നു, ഇന്നി അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100-ലധികം തവണ ഓരോ ദിവസവും തൗബ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാറുണ്ട്. എങ്കിൽ നമ്മളൊക്കെ എത്ര പറയണം? ആത്മാർത്ഥമായി റബ്ബിനോട് പാപങ്ങൾ പുറത്തു തരുവാനുള്ള പശ്ചാത്താപ മനസ്സുമായി റബ്ബിലേക്ക് തിരിയുക എന്നതാണ്. എട്ടാമതായി അദ്ദേഹം പറഞ്ഞത് അസ്സദഖത്തു വൽ ഇഹ്സാൻ മാ അംകന ഇലന്നാസ്, നമുക്ക് സാധിക്കുന്നത്ര സ്വതക്കയും നന്മയും ധാരാളമായി ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ആ നന്മകൾ തീർച്ചയായും നമുക്കൊരു കവചമായി
സുരക്ഷയായി മാറും എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഒമ്പതാമത്തെ സംഗതി ഇത്ഫാഉ നാരിൽ ഹാസിദ് വൽ ബാഗി ബിൽ ഇഹ്സാൻ ഇലൈഹി. നമ്മളോട് ശത്രുത പുലർത്തുന്ന ആളുകളുടെ ആ ശത്രുതയുടെ തീ കെടുത്തിക്കളയാൻ അയാൾക്കും നന്മ ചെയ്യണം. എത്രമാത്രം എന്ന് ചോദിച്ചാൽ ഇസ്ലാം പറഞ്ഞ ആ കാര്യം പണ്ഡിതന്മാർ അദ്ദേഹം തന്നെ ഇബ്നുൽ ഖയ്യിം വിശദീകരിക്കുമ്പോൾ ഇത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷേ അതിന് വലിയ റിസൾട്ട് ആയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് പോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്തുവാൻ വേണ്ടി മൂർച്ചയുള്ള ആയുധവുമായി ഇറങ്ങി വന്ന ആളായിരുന്നു. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം എത്രയോ സ്വഹാബികളുടെ ചരിത്രത്തിൽ നമ്മൾ അത് കാണുന്നുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞത് വലാ തസ്തവിൽ ഹസനതു വലസയ്യിഅ, ഒരിക്കലും നന്മയും തിന്മയും സമമാവുകയില്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ട് മോശമായ പ്രതികരണങ്ങളെ നിങ്ങൾ പ്രതിരോധിക്കണം. നമ്മളോട് മോശമായ ഒരാൾ വർത്തമാനം പറഞ്ഞു അല്ലെങ്കിൽ പെരുമാറി എങ്കിൽ 1ന് 9 എന്ന രീതിയിൽ തിരിച്ചടിക്കാനല്ല, നമ്മൾ ആ തിന്മയെ മറന്ന് നല്ല രീതിയിൽ നന്മകൾ കൊണ്ട് അതിനെ പ്രതിരോധിച്ചാൽ, മറുപടി കൊടുത്താൽ, ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങളും ഏതൊരാളും തമ്മിൽ ഏറ്റവും വലിയ ശത്രുവായോ ആ ശത്രു ഏറ്റവും ഉറ്റ ആത്മമിത്രമായി മാറും എന്ന അള്ളാഹുവിന്റെ വാക്കാണ്. 41-ാം അധ്യായം സൂറത്തു ഫുസ്സിലത്തിലെ 34-35 ആയത്തുകൾ വായിച്ചാൽ നമുക്കത് കാണുവാൻ സാധിക്കും. അതേപോലെ ഇതിന്റെ എല്ലാറ്റിന്റെയും സംഗതിയായി 10-ാമതായി അദ്ദേഹം പറഞ്ഞത് ഹുവൽ ജാമിഉ ലിദാലിക കുല്ലിഹി വഅലൈഹി മദാറു ഹാദിഹിൽ അസ്ബാബ്. ഈ 9 എണ്ണത്തിന്റെയും അച്ചുതണ്ട്, കേന്ദ്രബിന്ദു എന്താണ് എന്ന് ചോദിച്ചാൽ ഈ എല്ലാറ്റിനെയും എളുപ്പമാക്കി തരുന്നത് വഹുവ തജ്രീദു തൗഹീദ്, പടച്ചറബിന്റെ വഹ്ദാനിയത്ത്, അള്ളാഹുവിന്റെ ഏകത്വം, തൗഹീദ് അംഗീകരിച്ച് അള്ളാഹുവിലേക്ക് മാത്രം നന്മകൾ തേടിക്കൊണ്ടുള്ള മനസ്സും കൈകളും ചെല്ലുക എന്നതും ശർറുകളിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി പടച്ചറബിനോട് മാത്രം ചോദിക്കുക എന്നതുമാണ്. നിങ്ങൾക്ക് ഏതെല്ലാം ദുരിതങ്ങളും പ്രയാസങ്ങളും ബാധിക്കട്ടെ, അത് മാറ്റിത്തരാൻ പടച്ചറബിനെ കൊണ്ടല്ലാതെ സാധിക്കുകയില്ല. അള്ളാഹ് നിങ്ങൾക്കൊരു നന്മ നിശ്ചയിച്ചാൽ ആ നന്മയെ തട്ടിമാറ്റാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് റബ്ബിൽ തവക്കുലാക്കി പടച്ചറബിനോട് മാത്രം ചോദിച്ച് സങ്കടങ്ങളും ആവലാദികളും വിഷമങ്ങളും അതേപോലെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും റബ്ബിന്റെ മുന്നിൽ മാത്രം ഇറക്കി വെച്ച് തൗഹീദിന്റെ നേരായ ആദർശം നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ സാധിച്ചാൽ തീർച്ചയായും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, റബ്ബിനെ കൊണ്ടല്ലാതെ ഒരു ഗുണവും ദോഷവും വരുത്താനും ഒരാൾക്കും സാധിക്കുകയില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ് എന്ന് നമ്മളൊക്കെ നിസ്കാരത്തിന് ശേഷം നിരന്തരം പറയുന്ന ആ ദിക്റിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിലേക്ക് നമ്മുടെ മനസ്സിനെ ശക്തമായി ബന്ധിച്ച് തവക്കുലിന്റെ തൗഹീദിന്റെ പാഠം നമ്മൾ പകർന്നാൽ ഈ ഒരു ദുരിതവും ഒരു പ്രയാസവും നമ്മെ ബാധിക്കുകയില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തരം ശർറുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു അവന്റെ ഖൈറുകളും ബർക്കത്തുകളും നൽകി ദുനിയാവിലും ആഖിറത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന, ശാരീരികമായി വിഷമതകൾ അനുഭവിക്കുന്ന, മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അർഹമുർ റാഹിമീനായ മലിക്കുൽ ജബ്ബാറായ പടച്ചറബ് നീക്കി പരിപൂർണമായ ശിഫയും ആഫിയത്തും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും ഒക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.